തിരുവമ്പാടിക്ക് പകരം മുസ്ലിം ലീഗിന് പട്ടാമ്പി മണ്ഡലം നൽകിയേക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നൽകാമെന്ന് കോൺഗ്രസ് ലീഗിനെ അറിയിച്ചതായാണ് സൂചന. തിരുവമ്പാടിക്ക് പകരം തവനൂർ നൽകാൻ കഴിയില്ലെന്നും ലീഗിനെ അറിയിച്ചു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ സീറ്റ് നൽകുന്ന കാര്യത്തിലൊരു തീരുമാനം ആയതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? മോത്തി, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായ ചില ധാരണകളുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ വേണ്ടി നേരത്തെ ലീഗ് തീരുമാനിച്ചതാണ്, കോൺഗ്രസിന് വിട്ടു നൽകാം എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ലീഗ് ആവശ്യപ്പെട്ടിരുന്നത് തത്തുല്യമായ ഒരു സീറ്റ് വേണമെന്നായിരുന്നു ലീഗ് ആവശ്യപ്പെട്ടിരുന്നത്. തവനൂരായിരുന്നു ആദ്യം ചോദിച്ചിരുന്നത്. പക്ഷേ തവനൂർ വിട്ടു നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. അങ്ങനെയെങ്കിൽ പട്ടാമ്പിയോ ഗുരുവായൂരോ എന്നുള്ളതായിരുന്നു പിന്നീട് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. അതിൽ ഗുരുവായൂർ നൽകാൻ കഴിയില്ല, അത് അവിടെ പ്രാദേശികമായ ചില വിഷയങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പട്ടാമ്പി നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ ലീഗുമായി നടത്തി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പട്ടാമ്പിയിൽ അങ്ങനെ തിരുവമ്പാടിക്ക് പകരമായി പട്ടാമ്പി നൽകാമെന്നുള്ളത്. പട്ടാമ്പിയിൽ ചില എതിർപ്പുകൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. റിയാസ് മുക്കോളിയാണ് കോൺഗ്രസ് നേതാവാണ്, അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത്. ഇത്തവണയും അദ്ദേഹം അവിടെ മത്സരിക്കാൻ വേണ്ടി കച്ച കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരം ചില എതിർപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവമ്പാടി സീറ്റ് വാങ്ങേണ്ടതുണ്ട്, ലീഗിൽ നിന്നും വാങ്ങേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചതാണ്. അതായത് തിരുവമ്പാടിയിൽ ക്രിസ്ത്യൻ സഭാ നേതൃത്വം അങ്ങനെ ഒരു ക്ലെയിം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് VS ജോയിക്ക് അവിടെ നിലമ്പൂരിൽ മത്സരിക്കാനുള്ള ഒരു ആര്യാടൻ ഷൗക്കത്തുമായുള്ള ചില തർക്കങ്ങൾ ഉടലെടുത്ത സമയത്ത് ലീഗ് ഇടപെട്ട് തിരുവമ്പാടി പോലുള്ള സമാനമായ ഒരു സീറ്റ് നൽകാമെന്ന് VS ജോയിക്ക് ഉറപ്പ് നൽകിയൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ VS ജോയി ആയിരിക്കും ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയായി വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം തിരുവമ്പാടി കോൺഗ്രസ് നൽകേണ്ടതാണ് എന്നൊരു സാഹചര്യം ലീഗിനുണ്ട്. അത് ലീഗ് നേരത്തെ സമ്മതിച്ചതാണ്. പക്ഷേ പകരം സീറ്റ് എന്നുള്ളതായിരുന്നു. അതിപ്പോൾ പട്ടാമ്പി നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൗദ്യോഗികമായ ഒരു കമ്മ്യൂണിക്കേഷൻ ലീഗുമായി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അന്തിമമായ ഒരു സിറ്റിംഗ് ഇനി നടക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര തുടരുന്നത് കാരണമാണ് നടക്കാതെ പോകുന്നത്. അത് അടുത്ത ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ലീഗുമായ ഒരു സിറ്റിംഗ് നടക്കും. അതിൽ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും പട്ടാമ്പി നൽകാമെന്ന് കോൺഗ്രസ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് ലീഗിന് അതിനെ തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് ഏറെക്കുറെ പട്ടാമ്പി എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ലീഗ് പോവുകയും ചെയ്യും. പട്ടാമ്പിയിൽ അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF മേൽക്കോയ്മ വലിയ വോട്ടിൻ്റെ ലീഡ് ഉള്ള ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 2 ടേമായി അവിടെ LDF ആണ് ജയിച്ചു വരുന്നത്. പക്ഷേ UDF അതിനു മുമ്പ് CP മുഹമ്മദ് UDF സ്ഥാനാർത്ഥി ജയിച്ചു വന്ന മണ്ഡലമാണ്. അങ്ങനെ തിരുവമ്പാടിക്ക് സമാനമായ ഒരു സാഹചര്യം, സെയിം സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് പട്ടാമ്പി എന്നുകൂടി ഒരു സാഹചര്യമുണ്ട്. ലീഗും കോൺഗ്രസും സീറ്റുകൾ വെച്ചു മാറും എന്ന കാര്യത്തിൽ ഒരു ധാരണയായതായാണ് ലഭ്യമാകുന്ന വിവരം. ഇതിലൊരു സ്ഥിരീകരണം പിന്നീടായിരിക്കും ഉണ്ടാവുക. വിവരങ്ങൾ നൽകിയ ഷഹീദിന് നല്ല ദിവസം ആശംസിക്കുന്നു.